ഇന്ന് രാത്രി നാം ചിന്തിക്കാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ദി 8 പ്രയർ വാച്ചസ് എന്ന വിഷയമാണ് ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത്. 8 പ്രധാനപ്പെട്ട പ്രയർ വാച്ചസ്, അതിൻ്റെ ടൈമുകൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അനേക ദൈവദാസന്മാർ ആരായുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്ലൈ ചെയ്യുകയും ദൈവസഭകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതായി ആദ്യ നൂറ്റാണ്ട് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ ചില രഹസ്യങ്ങളുടെ ചില ഏടുകൾ മാത്രമാണ് നമ്മളിവിടെ ടച്ച് ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യുവാനും കൂടുതൽ ആത്മീയമായി ഉയരുവാനും പ്രാർത്ഥിക്കാനും താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ അന്ത്യകാല കാലത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. പഞ്ച ഇന്ദ്രിയങ്ങൾ ഒരു മനുഷ്യന് ഉള്ളതുപോലെ ആത്മമേഖലയിൽ ആമേൻ ചില സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടതിന്, സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറക്കേണ്ടതിന്, അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന്, അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആയി ചെയ്യേണ്ടതിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രാർത്ഥന ജീവിതം ജയകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് ഇതൊക്കെയാണ് ഈ പ്രയർ വാച്ചസ് നമുക്ക് പ്രയോജനമായി തീരുന്നത്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ചില വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി മുമ്പോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. പഴയ നിയമത്തിലെ ഭക്തന്മാരുൾപ്പെടെ ആമേൻ പുതിയ നിയമത്തിലെ ആളുകളും അപ്ലൈ ചെയ്തതും ദൈവസഭകൾ അതെങ്ങനെ പ്രായോഗികമാക്കി എടുത്തു എന്നതും നമുക്ക് പിന്നിൽ അത് വിസ്മരിക്കാനാവാത്ത കാര്യമാണ്. നോക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇവിടെ നമുക്ക് വായിച്ച് കേൾക്കുവാൻ കഴിയും. യെസ്, വാച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷാമാർ എന്ന പദമാണ്. ഷാമാർ, SHAMAR, ഷാമാർ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ടു സീ, ടു കീപ് ഗാർഡ്, കീപ് വാച്ച്, പ്രൊട്ടക്റ്റ്, വെയിറ്റ് ഫോർ ആൻഡ് റിറ്റെയിൻ എന്നീ ഇത്രയധികം വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നെഹമ്യാവ് മതിൽ പണിയാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ എതിരാളികളുടെ വലിയൊരു ശക്തി ഏതു സമയത്തും തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അഭിഷിക്തൻ അവിടെ കാവൽക്കാരെ ആക്കി വെച്ചു. ഈ കാവൽക്കാരെ വാടകയ്ക്കെടുത്തതല്ല, അവരുടെ ഇടയിൽ തന്നെയുള്ള പ്രിയപ്പെട്ടവരാണ്. അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് അവിടെ വായിക്കുന്നുണ്ട്. താഴോട്ട് വായിച്ചു. അധ്യായത്തിന് തന്നെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി ഞങ്ങളോ പ്രാർത്ഥിച്ചു. യെസ്, രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. കണ്ടോ? അപ്പോൾ സാധാരണ പകൽ സമയത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ രാത്രിയിൽ എന്ത് നടക്കുന്നു? ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പകലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 സമയത്തും കാവൽക്കാരെ മതിൽമേലാക്കേണ്ടി വന്നു. അതൊരു നഷ്ടമല്ല, അത് ലാഭമായിരുന്നു. കല്ലുകൾ ഉറയ്ക്കുന്നത് വരെ, മതിൽ ഉറയ്ക്കുന്നത് വരെ, ചില ബലഹീനന്മാർ ഉറയ്ക്കുന്നത് വരെ, ചില ദൈവപ്രവൃത്തികൾ നടക്കും വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ചില പ്രിയപ്പെട്ടവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഈ ദൂത് കേൾക്കാനിടയായി തീരുന്ന താങ്കൾ, അല്ലെങ്കിൽ ദൈവമക്കൾ, ദൈവദാസന്മാർ ആരായിക്കോട്ടെ, ദൈവം നിങ്ങൾക്കൊരു പൊസിഷനിലേക്ക് കയറ്റി വച്ചിരിക്കുന്നത് വാച്ച്മാൻ എന്ന നിലയിലാണ്. ഒരു ബിൽഡിങ്ങിലെ വാച്ച്മാൻ എന്ന നിലയിലല്ല. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്തെങ്കിലും സെക്യൂരിറ്റിയുടെ കാര്യത്തിലല്ല, ആ രീതിയിൽ ചിന്തിക്കരുത്. മറിച്ച് വലിയ ഒരു പട്ടണത്തിൻ്റെ, വലിയ ഒരു പ്രോജക്റ്റിൻ്റെ, ദൈവിക പ്രോജക്റ്റിൻ്റെ വാച്ച്മാനായിട്ട് ദൈവം നമ്മെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ക്രൂഷ്യലായൊരു പോയിൻ്റാണ്. സ്തോത്രം. ഇത് പ്രാർത്ഥിച്ചും പോരാടിയും 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുക, പോരാടുക. ആമേൻ. അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുക, ആയുധം ധരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഇരുട്ടിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട വിഷയമാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. 1-ാം ദിവസം ആരംഭിക്കുന്ന എപ്പോഴാ?
ഇവിടെയാണ് വിഷയം. നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നപ്പോഴാണ് രാവിലെ വെളുപ്പിന് 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക്. ചിലർക്കാണെങ്കിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നുമുണ്ട്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ശരിക്കും നമ്മുടെ ചിന്താഗതിയിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് ആ ദിവസം പ്രഭാതത്തിലാണെന്ന് നമ്മുടെ ചിന്ത അല്ല. ഈവ്, ക്രിസ്മസ് ഈവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ക്രിസ്മസ് ഈവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്മസിൻ്റെ തലേ ദിവസം, അന്നേരം മുതലാണ് ആ ഡേ ആരംഭിക്കുന്നത്. ഒരു വൃക്ഷത്തിന് വേര് കാണാൻ പറ്റത്തില്ല. ആ വേര് മുതൽ ഇങ്ങനെ കയറി വരുന്നത് പോലെ തലേ ദിവസം ഈവനിങ് മുതലാണ് പിറ്റേ ദിവസത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അതാ വചനം ഒന്നുകൂടെ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം വീണ്ടും. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. പറയേണ്ടിയിരുന്നത് രാവിലെയായി വൈകിട്ടായി 1-ാമത്തെ ദിവസം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ ആരംഭം ഇന്നലെ ആരംഭിച്ചു. സന്ധ്യയായി പിറ്റേ ദിവസം ഉഷസ്സായി 1-ാം ദിവസമായി. പ്രൈസ് ഗാഡ്. ശബദം ആരംഭിക്കുന്നത് അങ്ങനെയല്ലേ? ശബദം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തലേ ദിവസം വൈകിട്ട് മുതലേ ആരംഭിക്കുക. അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നേരത്തെ തുടങ്ങും. വൈകിട്ട് 6 മണി മുതൽ ആരംഭിക്കുകയാണ്. ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഏത് ദൈവപ്രവർത്തികളും അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് നടക്കുകയല്ല. ഒരു തലേ ദിവസമുണ്ട്. ഒരു രാത്രി ആരംഭിക്കുന്നതിന് മുമ്പ് മുതൽ തുടങ്ങുക. സ്തോത്രം. വാഴ്ചപ്പെട്ടത്തിൻ്റെ 1-ാം നാൾ ഒരുക്ക ദിവസം സഹോദരിമാർ ഒരുക്കിയതും തലേ ദിവസം രാത്രിയില്ല. ആ ദിവസം രാത്രി മുതൽ ഇങ്ങനെ സന്ധ്യ മുതൽ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന്. ഇവിടുത്തെ വിഷയം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യമാണ്. ഇത് വളരെ ക്രൂഷ്യലായിട്ടൊരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ ഇന്ന് രാത്രി നമുക്ക് കഴിയത്തുള്ളായിരിക്കാം. പക്ഷേ ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളാകുന്ന നമ്മളെല്ലാവരും അത്യന്താപേക്ഷിതമായി അറിയേണ്ട ഒരു കാര്യമാണ്. ഹെവൻലി പോർട്ടൽസ്, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ വാതായനങ്ങൾ, വാതിലുകൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് അത് ഓപ്പൺ ആവുന്നത്? സ്തോത്രം. പോർട്ടൽസ് ഓപ്പൺ ആവുന്നത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും തുറന്നിരിക്കുമോ? എങ്ങനെ തുറന്നിരിക്കും? എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ഒന്നുകൂടെ ഞാൻ പറയാം. പഴയ നിയമത്തിലെ കാലഘട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു, പ്രത്യേകതയുണ്ടായിരുന്നു. ആദമിനും ഹവയോടും ദൈവത്തിന് ഒരു ഇടപെടലുണ്ടായിരുന്നു. ആ ഇടപെടുന്നത് പോലെയല്ല പിന്നീട് അടുത്ത തലമുറ വന്നപ്പോൾ ദൈവം ഇടപെട്ടത്. ആദമിനോടും ഹവയ്ക്കോടും പറഞ്ഞിരിക്കുന്ന കവനൻ്റ് ഉണ്ടായിരുന്നു, അതിനൊരു അടയാളമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിലെ വൃക്ഷമായിരുന്നു അതിൻ്റെ കവനൻ്റിൻ്റെ അടയാളം. അത് ബ്രേക്ക് ചെയ്യരുത് എന്നായിരുന്നു കർത്താവ് ആഗ്രഹിച്ചത്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തെ നിയമം മാറി. പിന്നെ വൃക്ഷവും പഴവും ഒന്നുമല്ല. അടുത്ത കാലഘട്ടത്തിലേക്ക് വന്നു. നോഹയുടെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നുമല്ല വിഷയം. ആമേൻ. അവിടുത്തെ കവനൻ്റ് വീണ്ടും മാറി. മോശയുടെ കാലഘട്ടമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടികളായി. അത് നമുക്കറിയാം. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ദൈവത്തിന് വ്യത്യാസമില്ല. ഇതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഇടപെടലുകൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം കൃപയുടെ കാലഘട്ടമാണ്. ഈ കൃപയുടെ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ദൈവം സൈമ, പക്ഷേ ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൂടുതൽ പ്രവർത്തിക്കുന്നു, കൂടുതൽ അവനെ അറിയാനായിട്ട് കഴിയുന്നു. വചനം നമ്മുടെ ഹൃദയത്തിൽ കയ്യിലും തന്നിരിക്കുന്നു. അതൊരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഈ കാലഘട്ടത്തിന് വ്യത്യാസമുള്ളതുപോലെ ടൈമിങ്ങുകൾക്ക് വ്യത്യാസമുണ്ട്. ഒരു ദിവസത്തെ ടൈമിങ്ങുകൾക്ക് വ്യത്യാസമുണ്ട്. ആ ഓരോ ടൈമിലും ദൈവം ഇടപെടുന്ന രീതികൾക്കും വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 4 യാമങ്ങളെക്കുറിച്ച് നമ്മളിവിടെ കണ്ടു. പകൽ സമയത്തുള്ള 4 യാമങ്ങളെക്കുറിച്ച് നമ്മൾ, രാത്രി യാമങ്ങളെക്കുറിച്ചും ഇവിടെ നമ്മൾ കണ്ടു. രാത്രിയിൽ സന്ധ്യയ്ക്കാണ് ശിഷ്യന്മാർ പുറപ്പെട്ടത്. പക്ഷേ ആ രാത്രിയിൽ എത്ര യാമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വായിക്കുന്നു? 4-ാമത്തെ യാമത്തിൽ ആമേൻ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു വന്നതിനെക്കുറിച്ചാണ് വായിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ 4 യാമങ്ങളും പകൽ 4 യാമങ്ങളും ചേർന്ന് ഒരു ദിവസത്തിന്
പൂർണ്ണമായിട്ട് 8 യാമങ്ങൾ ഉണ്ട്, 8 അവേഴ്സ്, 8 വാച്ചസ് ഉണ്ട്, പ്രെയർ വാച്ചസ് ഉണ്ട്. 24 മണിക്കൂറുകൾക്കുള്ള ഒരു ദിവസത്തിനുണ്ട് 8 വാച്ച് ടൈമുകൾ കാണാൻ കഴിയും. ഈ വാച്ചസ് 8 വാച്ചസ് എന്ന് പറയുന്നത്, ഒരു വാച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക യാമം എന്ന് നമുക്ക് വിളിക്കാം. ഒരു യാമത്തിൻ്റെ പ്രത്യേകത അത് 3 മണിക്കൂർ നീളുന്നതായ ഒന്നാണ് ഒരു യാമം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ 3 × 8 24. ഓരോ യാമങ്ങൾക്ക് 3 മണിക്കൂറുകളുടെ ദൈർഘ്യങ്ങളുണ്ട്. രാത്രിയിൽ 4 യാമങ്ങൾ, പകല് 4 യാമങ്ങൾ. അത് രണ്ടും കൂടെ ചേരുമ്പോൾ 8 യാമങ്ങൾ, 24 മണിക്കൂറും കംപ്ലീറ്റായി. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഇനി നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ വാച്ച്, ഫസ്റ്റ് വാച്ച്. ആ വാച്ചിനെ കുറിച്ച് കാണാൻ കഴിയുന്നത് 6 മണി മുതൽ 9 മണി വരെയുള്ള വാച്ച് ടൈമാണ്. നമുക്കതിന് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. സാംസ് 141 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. 141 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. സ്തോത്രം. കണ്ടോ, സന്ധ്യയ്ക്ക് തുടങ്ങുന്നതായ ഒരു യാഗമാണ്, ഒരു സമയമാണ്, ഒരു പ്രാർത്ഥനയുടെ ടൈം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യ എന്ന് പറയുമ്പോൾ 6 മണിയാണ് ഉദ്ദേശിക്കുന്നത്. ആ 6 മണിക്ക് ആര് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു? ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ പ്രാർത്ഥന എങ്ങനെ പൊങ്ങുന്നു? ധൂപം പൊങ്ങുന്നത് പോലെ ഉയരത്തിലേക്ക് പൊങ്ങുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠം ലോകത്തിലെ യാഗപീഠം പോലെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നല്ല, ആത്മാവിലുള്ളതൊന്നാണ്. അവിടേക്ക് നാം സന്ധ്യായാഗത്തിന് വേണ്ടി കടന്നു ചെല്ലുന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ 6 മണി, വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന തുടങ്ങുന്നത് 6 മണിക്ക് ആരംഭിക്കുന്നു. പ്രൈസ് ഗാഡ്. അതുകൊണ്ടാണ് സാധാരണ പാരമ്പര്യമായിട്ടൊക്കെ ക്രൈസ്തവ മേഖലയിലൊക്കെ ആൾക്കാർ പറയും 6 മണിയാകുമ്പോഴത്തേക്കും പ്രാർത്ഥനയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാട്ടുകളൊക്കെ പാടുകയും ഒക്കെ ചെയ്യും. മറ്റ് ലോകമനുഷ്യരാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും അവർക്കും ടൈമിംഗ് ഉണ്ട്. ആ ടൈമിന് അവർ പ്രത്യേകതയുണ്ട്. 6 മണിക്ക് ചിലർ പറയും വിളക്ക് വെക്കണമെന്ന് പറയും. അതിൻ്റെ പ്രത്യേകത അവർക്കറിയാം. അപ്പം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഇങ്ങനെ ടൈമിങ്ങിൻ്റെ പ്രത്യേകത അവർക്കറിയാം. പക്ഷെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നൊരു പ്രത്യേകത, ഇതെല്ലാം മറന്നുപോയിട്ട് എങ്ങനെയും എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാം, എങ്ങനെ ആയിപ്പോട്ടെ എന്ന ചിന്തയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ പോർട്ടലുകൾ ഓപ്പണാകും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ വാച്ച് എന്ന് പറയുന്നത്, ഫസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി മുതൽ 6 PM to 9 PM. ഈ സമയത്ത് ഇൻ്റർസെഷൻ നടക്കേണ്ട സമയമാണ്, മധ്യസ്ഥ പ്രാർത്ഥന നടക്കേണ്ട സമയമാണ്. വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നീട് പൊക്കോളാം, എങ്കിലും 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. യേശു കർത്താവ് ഈവനിങ് വാച്ചിന് വേണ്ടി പോയത് നമുക്ക് കാണാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതായ സമയം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാര ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അപ്പം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുന്നത് അവർ വീട്ടിൽ പോകട്ടെ. യേശു കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. അപ്പം സന്ധ്യയ്ക്ക് എന്താ സംഭവിക്കുന്നത്? എല്ലാവരെയും പറഞ്ഞ് വീട്ടിൽ വിട്, ജോലി കഴിഞ്ഞു, പണി കഴിഞ്ഞു, സ്തോത്രം, നമ്മുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്തേക്കാമെന്നാണ് നമ്മുടെ ശിഷ്യന്മാർ പറഞ്ഞതെങ്കിൽ അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാണ്. അപ്പോൾ ഈവനിങ് വാച്ചിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവ് ഡിവൈൻ ആയിട്ടൊരു മിറക്കിൾ നടക്കാനുള്ള സമയമാണ്. പകൽ മുഴുവൻ കാത്തിരുന്നതിൻ്റെ ചില വിടുതലുകൾ നടക്കുന്ന, ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ, മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. സ്തോത്രം. നടന്നതായ സംഭവങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് ഇന്നിന്ന സംഭവങ്ങളെല്ലാം നടന്നു കർത്താവേ, ഇന്നിന്ന വിഷയങ്ങൾ നടന്നു, പലതിനകത്തും പ്രവർത്തനം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ശൂന്യതകളെ ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുന്നു. അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നൊരു മിറക്കിൾ ചെയ്യാൻ കർത്താവ് ഇറങ്ങി വരുന്നു. ഇവിടെ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ വിഷയത്തെക്കുറിച്ച്. അടുത്ത ദിവസങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയും.
സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇത് ഈവനിങ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു വീടിന് ഫൗണ്ടേഷൻ ഉള്ളതുപോലെ ഫൗണ്ടേഷൻ ഇടുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. പിറ്റേ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരണമെങ്കിൽ തലേ ദിവസം തന്നെ ആരംഭിച്ചു തുടങ്ങണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പല സഭകളിലും നമുക്കറിയാം വർഷിപ്പിൻ്റെ ഞായറാഴ്ച ആരാധനയ്ക്ക് തലേ ദിവസം ഒരു കാത്തിരിപ്പ് യോഗം അല്ലെങ്കിൽ പ്രത്യേക ഒരു യോഗം വയ്ക്കാറുണ്ട്. പ്രാർത്ഥന യോഗം വയ്ക്കും. അതെന്തിനു വേണ്ടിയാണ്? അത് ഒരുക്ക പ്രാർത്ഥനയാണ്. പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്ക പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഇടുകയാണ്. ഫൗണ്ടേഷൻ ഇല്ലാത്ത വീട് അടുത്ത ദിവസത്തെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ തകർന്നു പോകും, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ പ്രശ്നം വരുമ്പോഴാണ് കർത്താവേ ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് ഓടിച്ചെല്ലുന്നത്. അത് പ്രവർത്തിക്കാത്തതിന് കാരണം ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. തലേ ദിവസം തന്നെ ആരംഭിച്ചു തുടങ്ങുകയാണ്. ഇനി രണ്ടാമത്തെ വാച്ചിലേക്ക് വേഗത്തിൽ ഞാൻ വരുന്നു. രണ്ടാമത്തെ വാച്ചിൻ്റെ പ്രത്യേകത അത് രാത്രി 9 മണി മുതൽ 9 PM to 12 AM 9 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ്. അതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ലെമന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. വിലാപങ്ങൾ 2:18. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. ഓലോല കണ്ണീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. രാവും പകലും എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഒരു സമയമാണ്. സ്തോത്രം. ആ സമയത്ത് എന്ത് ചെയ്യണം? ഓല കണ്ണീരൊഴുക്കണം. സ്വസ്ഥത കൊടുക്കരുത്. നിന്റെ കണ്ണിന് കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. യാമം ആരംഭിച്ചു കഴിഞ്ഞു. ആ യാമത്തിൽ നിലവിളിക്കാനാണ് പോവുക. രാത്രിയിലാണത് തുടങ്ങുന്നത്. ആ രാത്രി എന്ന് പറഞ്ഞാൽ സന്ധ്യയല്ല, സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞു, അടുത്ത യാമം ആരംഭിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് യാമത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ചെയ്യണം? ആമേൻ, ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാണ് ആമേൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നത്. നമുക്കറിയാം യിരെമ്യാ പ്രവാചകൻ ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതുന്നത് ഇസ്രായേലിൻ്റെ തകർച്ച കണ്ടുകൊണ്ടാണ്. തകർത്ത് ശത്രു എല്ലാം പിടിച്ചുകൊണ്ട് പോയി, നശിപ്പിച്ചു, മതിലെല്ലാം ഇടിഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് പോയി, വല്ലാത്ത അവസ്ഥയിലെത്തിച്ചേർന്നു. ഇത് കണ്ടിട്ട് ആമേൻ ജനം നിലവിളിക്കുമ്പോൾ കുറേ പേര് മാത്രമേ ഉള്ളൂ, നല്ലവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി. ആമേൻ യിരെമ്യാ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ പറയുകയാണ്, യാമത്തിൻ്റെ ആരംഭത്തിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അവിടെ ദൈവം മനുഷ്യൻ്റെ നിലവിളി കേൾക്കാൻ ഇറങ്ങി വരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചൊരു പക്ഷേ എപ്പോഴും പ്രവർത്തിക്കണമെന്നില്ല. എന്നാൽ യാമത്തിൻ്റെ ആരംഭത്തിങ്കൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിൽ സ്തോത്രം, അത് ഗിദിയോൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, ശിംശോൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ആമേൻ യാമാരംഭത്തിങ്കൽ ആമേൻ പ്രത്യേകിച്ച് പട്ടാളക്കാർ ഷിഫ്റ്റ് മാറുന്ന സമയത്തെക്കുറിച്ച് ഗിദിയോൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ദൈവപ്രവൃത്തികൾ നടക്കാനിടയായിത്തീരുന്നത്. അപ്പം യാമത്തിൻ്റെ ആരംഭത്തിങ്കൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് ഓരോ യാമത്തിൻ്റെ ആരംഭത്തിലും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു. അവിടെ വീണ്ടും പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും അപ്പോൾ ഈ എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനയുണ്ട്. എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. വ്യത്യസ്തമായ പ്രാർത്ഥനകളും ഉണ്ട്. സ്തോത്രം. അപ്പോൾ എല്ലാ പോരാട്ടങ്ങളെല്ലാം കഴിഞ്ഞു, യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ശത്രുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, പിശാചിനോട് പ്രാർത്ഥിക്കുകയല്ല. ഭൂതമിളകി നിൽക്കുന്നുണ്ടേ ഭൂതത്തോടും പ്രാർത്ഥിക്കേണ്ട, ദൈവത്തോടും പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്തോ ചെയ്യുക? കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അപ്പം അതിന് ഓരോരുത്തരും പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ യുദ്ധവും പോരാട്ടവും എല്ലാം കഴിഞ്ഞു. അവിടുത്തെ വിഷയം അതാണല്ലോ. സർവായുധവർഗമെല്ലാം ധരിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഏത് സമയത്തും പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൾ പ്രേയേഴ്സ് എന്നവിടെ ഇംഗ്ലീഷ് വായിക്കുന്നത്. പലതരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഒരു പ്രാർത്ഥനയുള്ളെങ്കിൽ ഒറ്റ പ്രാർത്ഥന, 1 prayer എന്നേ പറയത്തുള്ളായിരുന്നു. പക്ഷേ ഓൾ പ്രേയേഴ്സ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട്? പല തരത്തിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്, പല ടൈമിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിക്കണം, അതപ്പോൾ പ്രാർത്ഥിക്കണം. അത് ദൈവം നമുക്ക് കൃപ തരും. സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മുന്നോട്ട് പോകുന്നു. ആ സെക്കൻഡ് വാച്ചിൻ്റെ ഒരു പ്രത്യേകത, ആമേൻ, 119-ാം സങ്കീർത്തനം അതിൻ്റെ 62-ാമത്തെ വാക്യം. അപ്പോൾ 9 മണി മുതൽ 12 മണി വരെയുള്ളതായ രാത്രി യാമത്തിലുള്ള പ്രാർത്ഥനയുടെ കാര്യമാണ്. സാംസ് 119:62.
നിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അർദ്ധരാത്രി, രാത്രിയുടെ പകുതിയായി. ആ സമയത്ത് പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. കുത്തിയിരുന്ന് രാത്രി മുഴുവൻ ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുക, അപ്പോഴേ 24 hours പ്രാർത്ഥന നടക്കത്തുള്ളല്ലോ, ജീവിക്കാൻ പറ്റുകയല്ലോ, വേറൊന്നും ചെയ്യാൻ പറ്റുകയല്ലോ എന്നൊരു ചിന്ത വരും. അങ്ങനെയല്ല. ഇതിൻ്റെ അർത്ഥം 3 മണിക്കൂറും ഓരോ യാമങ്ങളിലും വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 24 hours പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. ഇതിൻ്റെ ടൈമിങ് പറഞ്ഞിരിക്കുന്നത്. ആ ടൈമിങ്ങിൽ നിങ്ങളവിടെ ഉണ്ടായിരിക്കണം. എപ്പോഴെങ്കിലും കയറി ആ സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്തേക്കണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് ആയാലും മതി, ഒരു 10 മിനിറ്റ് ആയാലും മതി, ഒരു 2 മിനിറ്റ് ആയാലും മതി. ഒന്ന് സ്തോത്രം ചെയ്ത്, ഒന്ന് ഓർപ്പിച്ച്, ഒന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അതിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പം സ്തോത്രം ചെയ്യാൻ എപ്പോൾ എഴുതേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കും. അപ്പോൾ അർദ്ധരാത്രിയിൽ സ്തോത്രം ചെയ്തു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തികൾ ഭയങ്കരമായിട്ട് നടക്കും എന്നുള്ളതിനെ നമുക്ക് വീണ്ടും തെളിവുകൾ ദൈവവചനത്തിനകത്തുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയാം. അത് അടുത്ത വാച്ചിലോട്ട് വരുമ്പം വീണ്ടും നമുക്ക് കുറച്ചുകൂടി വ്യക്തമാണ്. 3rd വാച്ച്, മൂന്നാമത്തെ വാച്ച്, മൂന്നാമത്തെ യാമത്തിലേക്ക് വരുന്നു. 12 മണി മുതൽ, രാത്രി 12 മണി മുതൽ രാവിലെ 3 മണി വരെയുള്ള സമയമാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത് വളരെ ക്രൂഷ്യലായിട്ടൊരു സമയമാണ്. ഈ 24 മണിക്കൂറിനകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. രാത്രി 12 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയുള്ള സമയം. ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം, അതിന് 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കണ്ടോ? പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. അപ്പോൾ സംഭവിച്ചത്, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അടുത്തത്, കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് ഓടി വന്നു. ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ വീണു. അപ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ ഒരു ദേശത്ത് നടക്കുന്നത് എപ്പോഴാണ്? ഈ ടൈമിലാണ്. ദുർഭൂതങ്ങളിൽ ഇറങ്ങി നടക്കുന്നതും ഇതേ സമയത്താണ്. ഏറ്റവും കൂടുതൽ വിച്ചസ് അല്ലെങ്കിൽ ദുർമന്ത്രവാദികൾ പ്രവർത്തിക്കുന്നതും ഈ സമയത്താണ്. രോഗികൾക്ക് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ഈ സമയത്താണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കിടന്ന് അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നത് 12 മണി കഴിയുന്ന സമയത്താണ്. സ്തോത്രം. വേദനകൾ വർദ്ധിക്കും. ഈ അർദ്ധരാത്രി കഴിയുമ്പോഴുള്ള സമയമാണ്. മരണഭീതി ഉണ്ടാകുന്നു, വെപ്രാളം ഉണ്ടാകുന്നു, പരവേശം കൂടുന്നു, ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് വിഷയങ്ങളുണ്ടാകുന്നു. ചെറിയ രോഗങ്ങൾ വലിയ രോഗങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. സ്തോത്രം. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ സമയത്താണ്. കാരണം എന്താ? ഓരോന്നിനും ഓരോ സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റുകളെല്ലാം ഇറങ്ങി നടക്കുന്ന സമയമാണ്. പക്ഷേ ദൈവമക്കൾ ആ സമയത്തിരുന്ന് സ്തോത്രം ചെയ്താൽ, ഒന്ന് സ്തുതിച്ചാൽ, ഒന്ന് പാടിയാൽ, ഒന്ന് ആരാധിച്ചാൽ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കൂടാനും ആരാധിക്കാനും പറ്റിയാൽ, അതുകൊണ്ടാണ് ഹോൾ നൈറ്റ് പ്രയർ ഒക്കെ ചില സഭയിൽ വെക്കുന്നത്. അതൊക്കെ ഭയങ്കര ഡെലിവറൻസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ്. സ്തോത്രം. ചിലപ്പോൾ രാത്രി ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളവർ കാണും. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒരു സ്തോത്രം ചെയ്യാനേ അത് പറ്റത്തുള്ളൂ. പക്ഷേ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന സമയത്ത് ഒരു രാത്രി യോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ചില ചങ്ങല പൊട്ടിമാറും. സ്തോത്രം. തടവറകൾ ഇളകിയാടും. ചിലതിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ പോവുകയാണ്. പൗലോസിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് പൊട്ടിയാൽ സംഭവിക്കുന്നത് ഫിലിപ്പിയയിൽ കാരാഗ്രഹത്തിന് മാത്രം ഒരു വിടുതലല്ല, തടവുപുള്ളികളെ മുഴുവൻ വിടുവിച്ചെന്നല്ല, പോരാ, അവിടെ വലിയൊരു വർഷിപ്പ് ആരംഭിക്കാൻ പോവാം. ആമേൻ. ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിനകത്തൊരു ആരാധന ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉന്നതന്മാർ വീഴുന്നു, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു, രാജ്യം വിറയ്ക്കുന്നു, അന്ധകാരത്തിന് ശക്തികൾ ഇളകിയാടുന്നു, അത് വിട്ടുപോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം തുടങ്ങി വെച്ചതിൻ്റെ പൂർത്തീകരണം പിറ്റേ ദിവസം രാവിലെ സ്നാനത്തോടു കൂടി ആരംഭിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ ദൈവം വരുന്നതായ പ്രവർത്തിക്കുന്ന സമയമാണത്.
ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ അർദ്ധരാത്രിയിൽ അതേ ആമേൻ സ്തോത്രം, മൂന്നാമത്തെ വാച്ചിൻ്റെ പ്രത്യേകതയെ നമ്മൾ കണ്ടത്. ആമേൻ സ്തോത്രം. ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. സ്പിരിച്വൽ വാർഫെയറിൻ്റെ സമയമാണ്. പൈശാചിക മേഖലകളെ വെട്ടിയിടുന്ന സമയമാണ്. അതുങ്ങളെല്ലാം കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആമേൻ ചിലരൊക്കെ ശരീരത്തിൽ നിന്നും ഇറങ്ങി നടന്ന് പൈശാചികമായ ശക്തിയുടെ സഹായത്തോടു കൂടി മന്ത്രവാദികൾ അവരുടെ ശരീരം വിട്ട് പുറത്തു വന്ന് ദുരാത്മാക്കളിൽ സഹായത്തോടുകൂടി സഞ്ചരിക്കും. സ്തോത്രം. ഇതുപോലെ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി ദൈവദാസന്മാർ ദൈവത്തിൻ്റെ നാമത്തിൽ പാട്ടണം ചുറ്റി പ്രാർത്ഥിക്കും, ദേശം ചുറ്റി കൈവശമാക്കി പ്രാർത്ഥിക്കും. ആമേൻ സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടാനിടയായിത്തീരും. അതുകൊണ്ട് സ്തോത്രം, അക്ഷരികമായിട്ട് നമുക്ക് നടന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആത്മാവിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും, ആത്മാവിൽ സഞ്ചരിപ്പാനായിട്ട് കഴിയും. ആത്മാവിൽ സഞ്ചരിക്കുന്നവർ ഓ ഹല്ലേലൂയ, അതൊരു വലിയ പദപ്രയോഗമാണ് കേട്ടോ. ആത്മാവിൽ സഞ്ചരിക്കുന്നു. ദുരാത്മാക്കളിൽ സഞ്ചരിക്കുന്ന പൈശാചിക മേഖലയിലുള്ളവർക്ക് അതറിയാമെങ്കിൽ നമുക്കതിനേക്കാൾ കൂടുതൽ ദൈവം കാഴ്ച തന്നിട്ടുണ്ട്. സ്തോത്രം. അവർ ഭൂമിയിൽ മാത്രം സഞ്ചരിക്കുന്നവരാണ്. നാം ആമേൻ ഈ ആകാശമണ്ഡലങ്ങളിലും അതിനപ്പുറത്തും ഈ ഭൂമിയിലും എല്ലായിടങ്ങളിലും സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവിൽ കഴിയും. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവവൈദ്യനെ തടഞ്ഞു നിർത്താൻ ഒരു ചങ്ങലയ്ക്കും പറ്റില്ല. അവർ രാത്രിയിൽ ഉണർന്നാൽ, അവർ ആ രാത്രിയിൽ ആരാധിച്ചാൽ ആമേൻ അത്ഭുതങ്ങൾ നടക്കാനിടയായിത്തീരും. ഇനി ഫോർത്ത് വാച്ച്, നാലാമത്തെ വാച്ചിലേക്ക് വരാം. നാലാമത്തെ വാച്ചിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ അത് വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ആമേൻ ഇത് ഏത് വാച്ച് വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആമേൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്കകത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാത്തിനകത്തും കടന്നു പോകുന്ന ഭക്തന്മാരുണ്ട്. അത് കർത്താവ് നിങ്ങളെ എങ്ങനെയാണ് കോൾ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നിൽക്കണം. ആമേൻ സ്തോത്രം. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. കോളിങ് എങ്ങനെയാണോ അതനുസരിച്ച് നിൽക്കണം. നമ്മുടെ കോളിങ് എങ്ങനെയാണ്, എപ്പോഴാണ് എഴുന്നേറ്റ് പോരാടാനാണ്, പ്രാർത്ഥിക്കാനാണ് വിളിച്ചിരിക്കുന്നത്, അതനുസരിച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. സ്തോത്രം. നോക്കാം നാലാമത്തെ വാച്ചിൻ്റെ പ്രത്യേകത. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നിർജ്ജന സ്ഥലത്ത് കർത്താവ് എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഈ യാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇരുട്ടുള്ള സമയം, ആരും അനങ്ങാത്ത സമയം, എല്ലാവരും നല്ല കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന എന്ന് നമ്മൾ പറയത്തില്ലേ, കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നത് പോലെ കൂടുതൽ ഗാഠനിദ്രയിൽ വീഴുന്ന സമയമാണ്. സന്ധ്യയ്ക്ക് തുടങ്ങി ഉറക്കം, ഉറങ്ങി ഉണന്നു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ടൈം വരുമ്പോഴത്തേക്കും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാഠനിദ്രയിലേക്ക് വീഴുന്ന സമയമാണ്. ലോകം മുഴുവൻ ഈ ടൈമിലാണ് നന്നായിട്ട് ഉറങ്ങുന്നത്. ഈ സമയത്താണ് അഭിഷിക്തന്മാർ എഴുന്നേൽക്കുന്നത്. പ്രൈസ് ലോർഡ്. 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് ആമേൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ആർക്കുണ്ടായിരുന്നു? യേശു കർത്താവിനുണ്ടായിരുന്നു. നിർജ്ജന പ്രദേശത്ത് അവൻ കടന്നുപോയി. ഇരുട്ടോടെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞാൽ 6 മണിക്കല്ല, അപ്പോൾ അത് 3 മണിക്കുള്ള തുടങ്ങുന്ന യാമത്തിലാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുന്നത്?